സന്നിധിയിൽ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലൻ. ഞാൻ കൊല്ലം മുക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് സത്യത്തിൽ ഈ ഉടമ്പടി എടുത്താലേ എല്ലാം നടക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിലൊന്നും അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ പോയാലും എന്ത് ചെയ്യാൻ തുടങ്ങിയാലും എൻ്റെ അമ്മ എന്നോട് പറയായിരുന്നു, തൈലം എടുത്ത് കുരിശ് വരയ്ക്ക്, ഉപ്പ് കഴിച്ചിട്ട് പോ. പക്ഷേ ഞാൻ പറയാം, അമ്മ ഇങ്ങനെയൊന്നും ചെയ്താൽ മാത്രമാണോ മാതാവ് കേൾക്കുന്നത്, ഈശോ കേൾക്കുന്നത്, പ്രാർത്ഥിച്ചാൽ മതി, കൊന്ത പഠിച്ചാൽ മതി, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ കേരള സിലബസ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് IELTS എന്നുള്ള എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കുള്ള കാര്യമായിരുന്നു. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നോട് അവർ കുറേ വട്ടം പറഞ്ഞു, ഹെലൻ ഇപ്പം ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല, ഹെലന് വേണ്ടത്ര സ്കോർ ഇവിടെ ഞങ്ങൾ എക്സാം ഇട്ടിട്ട് തന്നെ കിട്ടുന്നില്ല, പിന്നെ റിയൽ എക്സാമിന് എങ്ങനെയാണ് പാസ്സാവുന്നത്. അപ്പം എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ എക്സാം ഡേറ്റ് എടുത്തത്. പക്ഷേ എനിക്കത് ഒട്ടും കിട്ടുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഇൻടേക്ക് തന്നെ പോകണം എന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് എടുത്തു. അപ്പം എന്നിട്ടും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നീ ഉടമ്പടി എടുത്താൽ എല്ലാം നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ജപമാല പഠിക്കുന്നുണ്ടല്ലോ, മാതാവ് നടത്തിക്കോളും. പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ട് ഒന്നും എക്സാം ഡേറ്റ് എടുത്തിട്ടും എനിക്ക് അങ്ങോട്ട് ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വേണ്ടത്ര സ്കോർ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒട്ടും പറ്റാണ്ട് കോൺഫിഡൻസ് ഒന്നും ഇല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ജയിക്കാൻ പറ്റും, മാതാവ് എല്ലാം നടത്തി തരും എന്നുള്ള ഒരു ഉൾവിളി തോന്നില്ല, അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. പക്ഷേ ആദ്യം എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉപ്പും തൈലവും ഒക്കെ എൻ്റെ തൊണ്ടയിലേക്ക് ഇട്ടിട്ടൊക്കെയാണ് പോയത്. എനിക്ക് ഈ മൈക്ക് പിടിച്ച് അല്ലെങ്കിൽ ആൾക്കാർ കൂടിയെടുത്തൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇതാണ്. അപ്പം സ്പീക്കിങ്ങിനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര വിറച്ചാണ് ഞാൻ സ്പീക്കിംഗ് ഒക്കെ ചെയ്യാറ്. പക്ഷേ എനിക്ക് അങ്ങനെ അതേപോലെ ഞാൻ എക്സാം ഹാളിലോട്ട് കയറി. ഞാൻ വിചാരിച്ചത് എനിക്ക് എക്സാം നല്ല എളുപ്പമായിരിക്കും, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, അമ്മ പറഞ്ഞതല്ലേ, തൈലൊക്കെ ഇട്ടിട്ട് പോയാൽ എല്ലാം ഓക്കെ ആവും എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര പാടായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല. അമ്മ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്പീക്കിങ്ങുള്ള മൊഡ്യൂളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം ഉണ്ടല്ലോ, അതിൽ സ്കോർ ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസ്. പക്ഷേ എനിക്കറിയത്തില്ല, അതെല്ലാം എനിക്ക് പാടായിരുന്നു. വിചാരിച്ച പോലെ ഒന്നും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് 2 എസ്സേ ഉള്ളത്. പക്ഷെ ഞാനത് ഒരു എസ്സേയിൽ പകുതി മാത്രം എഴുതിയത്. അത് എഴുതിയിട്ട് തന്നെ റൈറ്റിംഗ് ഒക്കെ സ്കോർ ചെയ്യാൻ പാടാ. പക്ഷെ ഞാൻ എഴുതാതെ വിട്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും കിട്ടത്തില്ല. എങ്ങനെ കിട്ടാനാ? അമ്മ പറഞ്ഞു, ഇല്ല കിട്ടും, മാതാവിന് അസാധ്യമല്ലാത്തതൊന്നും ഇല്ലല്ലോ, കിട്ടും. ഞാൻ പറഞ്ഞു, അമ്മ മാതാവിന് അസാധ്യമല്ലാത്തതില്ല, പക്ഷേ നമ്മൾ എഴുതാതെ വിട്ടാൽ എങ്ങനെ ഈശോയെ മാതാവ് നമുക്കത് തരുന്നേ? ഞാനങ്ങനെ അത് വിട്ടു. ഉടമ്പടിയൊക്കെ ഞാൻ എന്നിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു, പത്രമൊക്കെ കൊടുത്തു. പക്ഷേ വിശ്വാസം എനിക്ക് പോയി. വിശ്വാസം എന്ന് വെച്ചാൽ ഞാനത് എഴുതാതെ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് തരുന്നേ മാതാവ് എന്നുള്ള രീതിയിലായി. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ റിസൾട്ട് വരുന്ന ഒരു പേടി തന്നെ മാറ്റി. റിസൾട്ട് വന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നെന്നുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തോറ്റല്ലോ, എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നോക്കിയേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇത് എൻ്റെ റിസൾട്ട് തന്നെ ആണോ എന്ന്. ഞാൻ വേണ്ടതിനേക്കാളും നല്ല സ്കോർ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച അത്ര സ്കോർ എനിക്ക് കിട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും എനിക്ക് എക്സാം ഇട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെയാണ് ഞാൻ അമ്മയോട് പലവട്ടം ചോദിച്ചു, ഇത് എക്സാം റിസൾട്ട് തന്നെ ആണോ, എനിക്കറിയത്തില്ല. അങ്ങനെ ഈ മാസം 14-ാം തീയതി ഞാൻ ജർമ്മനി പോകാൻ പോവാ. എനിക്ക് വിസയും എല്ലാം വന്നു. മാതാവ് അനുഗ്രഹിച്ചു. എനിക്കിപ്പം നല്ല വിശ്വാസമുണ്ട്, ഉടമ്പടി എടുത്താൽ സാധിക്കാത്ത ഒന്നുമില്ല. ഉടമ്പടി എടുക്കുമ്പം മാതാവ് നമ്മുടെ കൂടെ വരിക. എൻ്റെ ഓരോ കാര്യങ്ങളും മാതാവ് എളുപ്പം എനിക്ക് നടത്തി തന്നു. ഇപ്പോൾ ഒരു ബാങ്കിൽ പോയാൽ
എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ചെക്ക് ബുക്കൊക്കെ 2 ആഴ്ചയിലൊക്കെ വരേണ്ടത് എനിക്ക് 3-4 ദിവസത്തിൽ വന്നു. അതേപോലെ വിസ 1 മാസത്തിൽ വരേണ്ടത് എനിക്ക് 6 ദിവസത്തിൽ വന്നു. എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ മാതാവ് നടത്തി തന്നു. മാതാവിന് ഒരുപാട് നന്ദി. ഇനിയുള്ള ജീവിതമൊക്കെ പ്രാർത്ഥിക്കണം, നന്നായിട്ട് ചെയ്യണം എന്നെല്ലാം എനിക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകൻ 33:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി. കേരള സിലബസ് പഠിച്ച ഞാൻ എന്ന് പറഞ്ഞ് ഈ മകള് തൻ്റെ അനുഭവസാക്ഷ്യം പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താൻ പോയ കാര്യവും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തനിക്ക് എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ്, അതായത് നമ്മെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കോംപ്ലിമെൻ്റ് എന്ന് നാം പറയുക, എന്നാൽ ഈ മകൾക്ക് കിട്ടിയതൊക്കെ നെഗറ്റീവാണ്. നീ ഇതൊന്നും നിനക്ക് സ്കോറ് കിട്ടുന്നില്ല, നിനക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, നീ ഇങ്ങനെ പോയാൽ എങ്ങനെയെന്ന് ചോദിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുത്താലേ മാതാവ് കേൾക്കുകയുള്ളോ, ഞാൻ ജപമാല പഠിക്കുന്നുണ്ടല്ലോ, അത് പ്രാർത്ഥിച്ചാൽ പോരെ, അനുദിന ദിവ്യബലിയുണ്ട്, ജപമാല പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ മതി, എന്തിനാ ഈ ഉടമ്പടി? ഇങ്ങനെയൊക്കെ അമ്മയോട് ചോദിച്ച ഹെലൻ അമ്മയുടെ നിർബന്ധപ്രകാരം പിന്നെ ഇവിടെ വന്ന്, തൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി